നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 31-ാം തീയതി 1199-ാം ആണ്ട് ഇടവ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം ഏതാണ്? പൂരുരുട്ടാതി നക്ഷത്രമാണ് ഇന്ന്. പൂരുരുട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച, അതേപോലെ ശുഭപ്രദമായ ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച. വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രവാരം, ശുക്രൻ്റെ ദിവസം സുഖപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ശുക്രവാരം. ശുക്രൻ്റെ ദിവസം വളരെ സൗഖ്യപ്രദമായ അവസ്ഥകളെ ശുക്രൻ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ശുക്രനിൽ ഏറ്റവും സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ദശാനാഥനും കൂടിയാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ്റെ ദിവസത്തിൽ ചെയ്യുന്ന ശുഭകാര്യങ്ങളെല്ലാം ശുഭനക്ഷത്രവും കൂടിയാണെങ്കിൽ ഫലവത്തായി വരുമെന്നാണ്. ഒന്ന് വാങ്ങാനാവട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ശുഭകാര്യങ്ങൾ ചെയ്യാനാവട്ടെ, എല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് ശുക്രൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് ശുക്രൻ്റെ ദിവസവും ആയിട്ട് പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഇടവ മാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഇന്ന് ഭാഗ്യദായകമായ അവസ്ഥകൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സംജാതമാവും. വാർഷിക ഫലത്തെയാണ് നമ്മൾ ജന്മനാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ നമുക്ക് സംജാതമാവും. പ്രധാനമായിട്ട് ശുക്രൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ശുക്രനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയിട്ടിരിക്കുന്നവർക്ക് അത് മാറിക്കിട്ടുക, അല്ലെങ്കിൽ ഭർത്താവ് അന്യസ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, ഭർത്താവിനോട് അടുത്ത് പോയി അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുകയാണ്, അദ്ദേഹം അവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദം. ഭാര്യ നാട്ടിലാണ്, ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യണത്, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ വർഷമാണ്. ഇതൊക്കെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് അനുകൂലപ്രദമായ വർഷമാണ് നിങ്ങൾക്കിതാ സംജാതമായിരിക്കുന്നു എന്നറിയുക. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ബർത്ത്ഡേ വന്നിട്ട് നമ്മൾ പ്രാർത്ഥന നിരതരായിരിക്കണം. ദേവിയെ പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, അമ്മയ്ക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലിയെ ഒക്കെ നടത്തുക. അതുപോലെ ചുവന്ന പട്ട് വാങ്ങി ദേവിക്ക് നടക്കി വയ്ക്കുക ഒക്കെ ചെയ്യുന്നതിനൊപ്പം ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ട് രാവുകാലം നോക്കി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക. ഞാൻ രാവുകാലത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്, രാവുകാലത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ രാഹു സർപ്പം പ്രകൃതിയിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ പാമ്പ് ചുറ്റും പോലെ നമ്മളെ ചുറ്റിച്ച് കളയും. പോകുന്ന കാര്യങ്ങൾ സ്മൂത്തായി നടക്കത്തില്ല. അതുകൊണ്ടാണ് രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണേ. രാവുകാലം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10 മണി 47 മിനിറ്റ് തൊട്ട് തുടങ്ങുകയേ ഉള്ളൂ. അത് 12 മണി 20 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ആകിലും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ നമുക്കൊന്നിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. ഗുളികാല സമയം എന്ന് വരുന്നത് 7 മണി 40 മിനിറ്റ് തൊട്ട്, രാവിലെ 7 മണി 40 മിനിറ്റ് തൊട്ട് 9 മണി 14 മിനിറ്റ് വരെയാണ്. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ആണ്. ശരിക്ക് 3 മണി 30 മിനിറ്റ് തൊട്ട് 5 മണി 6 മിനിറ്റ് വരെ. ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക. ഇന്നത്തെയും അഭിജിത്ത് മുഹൂർത്തത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്, മറ്റ് മുഹൂർത്ത രാശികൾ കിട്ടിയില്ലെങ്കിൽ പോലും അഭിജിത്തിനെ നമുക്ക് ആശ്രയിക്കാം. എന്ത് ദോഷത്തെയും പരിഹരിക്കാൻ ശക്തിയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. 11 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 46 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ട്.
ഈ സമയവും നമുക്ക് സുഖപ്രദമായ ശുഭപ്രദമായ സമയമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ ഭാഗ്യദായകമായി തീരാൻ വേണ്ടി ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്തവരും ഈ ദിവസം വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്ത് പോവുക. അതിൽ പ്രധാനമായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്ത് പോകുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചുവന്ന വസ്ത്രം ധരിക്കണം. ചുവന്ന വസ്ത്രം, ചുവപ്പ് കളറ് നമ്മളെ വസ്ത്രധാരണത്തിൻ്റെ ഭാഗമാക്കുക. കാരണം ഒരു ഭാഗമായിട്ട് ചുവന്ന വസ്ത്രം നമുക്ക് ധരിക്കാം. കാരണം ഇപ്പം ഞാൻ തന്നെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചുവന്ന വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. മൊത്തം ചുവപ്പ് ഇട്ട് നടക്കണമെന്നല്ല, ചുവപ്പ് വസ്ത്രവും കൂടി നമ്മളെ ചുവന്ന ഡ്രസ്സും കൂടി നമ്മളെ വസ്ത്രധാരണത്തിൽ ഭാഗമാക്കുക. അത് ചുരിദാറായിട്ടായാലും ശരി, അല്ലെങ്കിൽ ടോപ്പായിട്ടായാലും ശരി, ബ്ലൗസായിട്ടായാലും ശരി, ഷർട്ടിൻ്റെ ഭാഗമായിട്ടായാലും ശരി, ഒന്നുമില്ല കുറിയായിട്ടൊരു നെറ്റിയിൽ ചുവന്ന പൊട്ട് ആയിട്ടായാലും ശരിക്കും കുങ്കുമമായിട്ടായാലും ശരി, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പ്രകൃതിയിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സഹായിക്കും വസ്ത്രം അല്ലെങ്കിൽ കളറ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവരെന്നോ അല്ലെങ്കിൽ ഇന്നത്തെ പൂരുരുട്ടാതി നക്ഷത്രക്കാരെന്നോ അർത്ഥത്തിലല്ല, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.